കാസർഗോഡ് ജില്ലയിലെ ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് തൊട്ട് താഴെയുള്ള 15-ാം വാർഡ് പള്ളങ്കോട് എന്ന് പറയുന്ന സ്ഥലം. ഭരണകൂടമേ കണ്ണ് തുറന്ന് കാണണം. ഇത് വയനാടൻ വനമേഖലയോ അട്ടപ്പാടിയോ ഒന്നുമല്ല. ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് പള്ളങ്കോട് 15-ാം വാർഡിനകത്തെ സ്ഥിതിവിശേഷമാണ്. ഈ റോഡിലൂടെ വാടക വിളിച്ചാൽ ഒരു ഓട്ടോറിക്ഷയെങ്കിലും അത്യാവശ്യമായി വരാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ വീഡിയോയിൽ കാണുന്ന ദൃശ്യങ്ങളിൽ ആഫ്രിക്കൻ കാടുകളിലെയോ കെനിയൻ കാടുകളിലെയോ ദൃശ്യങ്ങൾ ഒന്നും തന്നെയല്ല. ഞാൻ ഇപ്പോൾ പരാമർശിച്ച ഈ പറയുന്ന പള്ളങ്കോടിൽപ്പെട്ട സ്ഥലം തന്നെയാണ്. കാര്യം ബദന പുതിയ കണ്ടം റോഡിലെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അതിശയോക്തി എന്ന് പറയുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി, അതായത് 700ഓളം വോട്ടുകൾ നേടി പഞ്ചായത്തിലേക്ക് പോയിട്ടുള്ള വാർഡ് മെമ്പറുടെ വാർഡും കൂടിയാണ് ഈ പറയപ്പെടുന്ന 15-ാം വാർഡ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പർക്ക് നേരിട്ട് ബോധ്യമുള്ള, നേരിട്ട് കണ്ട് പരിചയമുള്ള ഈ ഒരു റോഡിൻ്റെ ഇന്നത്തെ ഈ ഒരു ശോചനീയമായ അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ് ഇവിടുത്തെ നിജസ്ഥിതി, എന്താണ് സത്യാവസ്ഥ എന്നുള്ളത്. മാത്രവുമല്ല, സ്ഥിരം പല്ലവികളുണ്ട്, നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്, പഞ്ചായത്ത് ഭരണകൂടം മാറ്റി വെച്ചിട്ടുണ്ട്, ഇത്ര കോടിയുണ്ട് അത്ര കോടിയുണ്ട് എന്നുള്ളത്. കാര്യം വളരെ വ്യക്തമായിട്ട് നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങളെ വീണ്ടും വീണ്ടും കാലങ്ങളോളം നിങ്ങൾക്ക് വിഡ്ഢികളാക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. കാര്യം 25 വർഷത്തോളം ഭരിച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു നാടിനെയോ ഈ നാടിനകത്തെ ഈ റോഡിനെയോ കാര്യമായ ഒരു ധാരണയും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു പച്ചയായ കള്ളം തന്നെയാണ്. അത് ഇവിടുത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളികളാണ്. കാര്യം ഇവിടെ താമസിക്കുന്ന കൊച്ചുകുട്ടികളുണ്ട് സ്കൂളിലേക്ക് പോകുന്നത്, അതേപോലെ തന്നെ ഗർഭിണികളുണ്ട്, വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് വൃദ്ധജനങ്ങളുണ്ട്. അവരുടെയൊക്കെയും ആരോഗ്യത്തിൻ്റെയും പരിരക്ഷയുടെയും മൊത്തം ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മുടെ ഭരണകൂടത്തിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ജനങ്ങളുടെ നേർക്കാഴ്ചയിലേക്ക് നിങ്ങൾ ഒരിക്കലെങ്കിലും എത്തി നോക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് തന്നെ ഒരു യാഥാർത്ഥ്യമാണ്. സ്ഥിരം പല്ലവികളായ ഇത്ര കോടി മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ എവിടെ പോകുന്നു ആ കോടികൾ? അലമാരകളിലും ബാങ്ക് അക്കൗണ്ടുകളിലും കെട്ടിക്കിടക്കുമ്പോൾ അതിന് വെറും കടലാസു കെട്ടുകളുടെ മൂല്യം മാത്രമേ ഉള്ളൂ. ആ കോടികൾ എടുത്ത് ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിങ്ങൾ നിക്ഷേപിക്കുക. ഭരണകൂടമേ നിങ്ങൾ കണ്ണ് തുറന്ന് കാണണം ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിലെ പല മേഖലകളുടെയും അതിദാരുണമായ അവസ്ഥകൾ. ഭരണകൂടത്തിന്റെ പരാജയങ്ങൾ അടിവരയിട്ട് കാണിക്കുമ്പോൾ അന്ധമായി അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ആ പ്രദേശം ഒന്ന് പരിശോധിച്ച് നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാനും ആ പ്രദേശത്ത് 150ഓളം വരുന്ന കുടുംബങ്ങളെ എന്തിൻ്റെ പേരിൽ ആർക്ക് വേണ്ടി ഭരണകൂടം കാലങ്ങളായി 25 വർഷത്തോളം നിരന്തരം അവഗണിക്കുന്നു എന്നുള്ളത് തുറന്ന് പറയേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. റോഡിലും തോടിലും പാലത്തിലും അംഗൻവാടിയിലും ഹെൽത്ത് സെൻ്ററുകളും ലൈബ്രറികളും ഒരുപാട് സംഭവങ്ങൾ നമ്മൾക്ക് ഇവിടെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സാധ്യതകൾ നമ്മുടെ പുതിയൊരു തലമുറക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരുപാട് നവോത്ഥാനത്തിൻ്റെ ഒരുപാട് പാതകൾ നമ്മൾക്ക് തുറന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെയും നേർക്ക് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ വീഴ്ചകൾ ഓരോന്നും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ സ്ഥിരം പറയുന്ന സ്ഥിരം പല്ലവിയുണ്ട്, ഞങ്ങൾ നീക്കി വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അത് എപ്പോഴത്തേക്ക്, ഏത് കാലത്തേക്ക്, എക്കാലത്തേക്ക് വേണ്ടിയാണ് ഈ മാറ്റിവെച്ചു എന്ന് പറയപ്പെടുന്നത്? മാത്രവുമല്ല, പല കാര്യങ്ങളും ഞങ്ങൾ അത് മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ പുറത്തു കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ പറയുന്നു അത് സ്വകാര്യ വ്യക്തികളുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് അത് നടക്കുന്നില്ല, ഇത് നടക്കുന്നില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നുള്ളത്. പക്ഷെ ഇത്തരത്തിലുള്ള എല്ലാ ന്യൂനതകളും ബുദ്ധിമുട്ടുകളും പരിഹരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞങ്ങൾ തെരഞ്ഞെടുത്ത് ഞങ്ങളെ ഭരിക്കാൻ വേണ്ടി പഞ്ചായത്തിലേക്ക് അയച്ചിട്ടുള്ളതും. അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണനിർവഹണ സമിതിക്കും അങ്ങനെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടിയുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്നും നിങ്ങൾ ഒളിച്ചോടുകയാണെങ്കിൽ ഞങ്ങൾ ആരോടാണ് പരാതി പറയേണ്ടത്? ബദന പുതിയ കണ്ടം റോഡിൻ്റെ ഈ ഒരു ദുരവസ്ഥയ്ക്ക് ഇന്നത്തെ ഭരണകൂടം അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക തന്നെ വേണം. യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടത്തേക്കുള്ള റോഡ് സൗകര്യം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയേ മതിയാവും. അല്ലാതെ പക്ഷം ഇവിടുത്തെ വയോജനങ്ങളോടും കുട്ടികളോടും ഗർഭിണികളോടും സ്ത്രീകളോടും സാധാരണക്കാരോടും പൊതുമധ്യത്തിൽ വെച്ച് നിങ്ങൾ ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനുള്ള ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താത്ത പക്ഷം അതിവിദൂരമല്ലാത്ത കാലത്തിൽ തന്നെ പൊതുമധ്യത്തിൽ വെച്ച് ജനങ്ങൾ ഇതൊക്കെയും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും.
ഇതിനൊക്കെയും ഇന്നത്തെ ഭരണകൂടം ഇത്തരത്തിലുള്ള ന്യൂനതകൾക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക്, അല്ലെങ്കിൽ ജനങ്ങൾ നേരിടേണ്ടി വരുന്ന ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ കണ്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ അതിനൊക്കെയും ഭരണകൂടം മറുപടി പറഞ്ഞേ മതിയാവൂ. എക്കാലത്തും എല്ലാ കാലഘട്ടത്തിലും ഞങ്ങൾ ഇന്ന് തരും, നാളെ തരും, കൊണ്ടുവരുന്നുണ്ട്, എത്തിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഈ സ്ഥിരം പല്ലവി പ്രബുദ്ധരായ ഇന്നാട്ടിലെ ജനങ്ങൾ അതിനെ തള്ളിക്കളയുക തന്നെ ചെയ്യും.